ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതൊരു കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിക്കൻ കറി, പഴമയുള്ള ഒരു ചിക്കൻ കറി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. എനിക്കുള്ള അമ്മയുടെ കയ്യിൽ നിന്നും കണ്ടുപഠിച്ച ഒരു ഐറ്റം ആണിത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം. 1/2 കിലോ ചിക്കൻ ഉണ്ട്. ഇത് നല്ലോണം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് 3 സവാള നമ്മൾ നീളത്തിൽ അരിഞ്ഞ 3 സവാളയാണ്. അതുപോലെ 2 ഉരുളൻകിഴങ്ങ് നമ്മൾ പീസാക്കി എടുത്തതാണ്. അതുപോലെ 4 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഇതെല്ലാം കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടിയിൽ നിന്നും ഒരു 1/2 ടീസ്പൂണ് നമുക്ക് ചിക്കനിലോട്ട് ഇടാം. നമുക്ക് ആദ്യമേ ഈ പ്ലേറ്റ് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ചിക്കൻ ഇതാക്കാൻ വേണ്ടി നമുക്ക് ചരുവത്തിലോട്ട് ഇടുകയാണ്. ഞാൻ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. അങ്ങനെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞ് പിന്നെ ഞാൻ മുളക് പൊടി ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് പിന്നെ ഞാൻ ഒരു ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇടുകയാണ്. അതുപോലെ മല്ലിപ്പൊടി 1.5 സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇതിൽ ചേർക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇതിൽ ആഡ് ചെയ്യാം. നമുക്ക് ഉപ്പ് എടുക്കാൻ വേണ്ടി വേറൊരു സ്പൂണ് വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഉപ്പിനകത്ത് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ ആവും. അതുകൊണ്ട് ഞാൻ വേറൊരു സ്പൂൺ എടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. അങ്ങനെ എല്ലാം കൂടെ ഞാൻ ഇതിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കൈ കൊണ്ട് നല്ല രീതിയിൽ ഈ മസാലയും എല്ലാം കൂടെ ഈ ചിക്കനകത്ത് പിടിക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഞാൻ പുരട്ടുകയാണ്. ചിക്കൻ നല്ല രീതിയിൽ പുരട്ടി അതിനി ഒരു 10-15 മിനിറ്റ് ഈ മസാല പിടിക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കുകയാണ്. എനിക്കുള്ള അമ്മ മൺചട്ടിക്കകത്താണ് വെക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ വെക്കുകയാണ് മൺചട്ടിക്കകത്ത്. ഞാൻ ആദ്യമായിട്ട് മൺചട്ടി സ്റ്റൗവിൻ്റെ മേളിൽ വെച്ച് ഞാൻ സ്റ്റൗ കത്തിക്കാൻ പോവുകയാണ്. സ്റ്റൗ കത്തിച്ച് ഈ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ചെയ്യാം. എനിക്കുള്ള അമ്മയാണെന്നുണ്ടെങ്കിൽ പണ്ട് ചിക്കൻ കറി വെക്കുമ്പോൾ തേങ്ങാക്കൊത്തൊക്കെ അരിഞ്ഞ് ചിക്കൻ ഇതിനകത്ത് ഇടും. ഇപ്പം ഞാൻ തേങ്ങാക്കൊത്തൊന്നും അരിഞ്ഞ് ഇതിനകത്ത് ഇടുന്നില്ല. അതിൻ്റെ കുറവുണ്ട്. ഞാനിപ്പോൾ എണ്ണ ചൂടായി, ഞാൻ എണ്ണയ്ക്കകത്തോട്ട് കറിവേപ്പില ഇടുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇടുകയാണ്. അങ്ങനെ സവാള ഇട്ട് കഴിഞ്ഞ് സവാള ചെറുതായിട്ടൊന്ന് എണ്ണമയത്തിൽ ഒന്ന് പിടിച്ച് സവാള കിടക്കുമ്പോൾ ഞാൻ ശകലം ഉപ്പുപൊടി ഞാൻ സവാളയിലോട്ട് ഇടുകയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സവാള ഒന്ന് ഇതായി കിട്ടും. അതിനു വേണ്ടിയാണ് ശകല ഉപ്പുപൊടി ഞാൻ ഇതിലേക്ക് ഇടുന്നത്.
ഞാൻ സ്റ്റൗവിന്റെ മറ്റേ അടുപ്പിലോട്ട് ഞാനൊരു ചീനിച്ചട്ടി വെക്കുകയാണ്. അതാണ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ വറുത്തെടുക്കാൻ വേണ്ടിയാണ്. മുളക് പൊടി ഇട്ട് ഞാൻ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട്, അര സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട്, അര സ്പൂണ് മസാലപ്പൊടി ഇട്ട്, ഇത് ഇട്ടതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. വലിയ രീതിയിൽ മൂത്ത് പോയി കഴിഞ്ഞാൽ ഇതായി പോവും, ഒരു ചെറിയ കയ്പ് വരും. അതുകൊണ്ട് വലിയ രീതിയിൽ മൂക്കാതെ നമ്മൾ ഇതിന്റെ പച്ചച്ചവപ്പ് ഒന്ന് മാറാൻ വേണ്ടി മാത്രം ഒന്ന് ചൂടാക്കി എടുക്കുക. അങ്ങനെ മുളകും മല്ലിയും മഞ്ഞപ്പൊടിയും മസാലയെല്ലാം ഞാൻ വറുത്തെടുത്തിരിക്കുകയാണ്. അത് ഇതിൽ തന്നെ വെച്ചിരുന്നാൽ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ വേറൊരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റുകയാണ്. അങ്ങനെ അത് ചൂടാക്കി കഴിഞ്ഞു. സവാള ഒരുവിധം നമുക്ക് ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ്. ഇത് ആഡ് ചെയ്തിട്ട് ഇത് നല്ല രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി അതും കുറച്ച് പച്ചച്ചവപ്പ് മാറുന്നിടം വരെ നമ്മൾ ചൂടാക്കുക. ഇനി അടുത്തതായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് പച്ചവെള്ളമല്ല ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ചേർക്കാൻ വേണ്ടി ഞാൻ ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ കുറച്ച് വെള്ളം എടുത്ത് ഞാൻ ചൂടാക്കാനായിട്ട് വെക്കുകയാണ്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അരിഞ്ഞു വെച്ച ഉരുളൻകിഴങ്ങ് ഞാൻ ഇടുകയാണ്. ഉരുളൻകിഴങ്ങും കൂടെ നല്ല രീതിയിൽ നമ്മളൊന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. എന്നിട്ട് നമ്മളെ ഉരുളൻകിഴങ്ങ് ഒരുവിധം എണ്ണയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് വെച്ച മല്ലിപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയും എല്ലാം കൂടെ ഇതിനകത്തോട്ട് ഞാൻ തട്ടിയിടുകയാണ്. അത് നല്ല രീതിയിലൊന്ന് ഇതാക്കി വഴറ്റിയെടുക്കും. അതൊരു മിനിറ്റ് ഒന്ന് ചൂടായി ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് ഉരുളൻകിഴങ്ങിനകത്തും മുളകിനകത്തും എല്ലാം പിടിക്കും. അങ്ങനെ നമ്മളെ ഉരുളൻകിഴങ്ങും സവാളയെല്ലാം എല്ലാമായിട്ട് പിടിച്ചിട്ടുണ്ട്, ഒത്തിരിമായിട്ട് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചൂടാക്കിയ വെള്ളം, ഞാൻ നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം അതിലൊഴിക്കണം. ഞാൻ വെള്ളം ഒഴിക്കുകയാണ്. ഇനി നമ്മളിത് അടച്ചു വെക്കുകയാണ്. ഒരു 3 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഉരുളൻകിഴങ്ങും ഇതും എല്ലാം വെന്ത് ഒന്ന് സെറ്റാകും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. ഇത് 1.5 തക്കാളി ഉണ്ട്, അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ്. ഇതും കൂടെ ഒന്ന് നല്ല രീതിയിൽ വെന്ത് മസാല പിടിക്കും. അത് നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ച് ഒരു 2 മിനിറ്റും കൂടെ ഇതാകുമ്പോഴത്തേക്ക് നമ്മളെ മസാല റെഡിയാവും. ആയിരിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ അടപ്പ് തുറന്നിട്ട് ഇതൊന്ന് നോക്കുകയാണ്. എല്ലാം പാകത്തിന് ഉണ്ടോ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുകയാണ്.
എല്ലാം ഉപ്പൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത് നമ്മൾ ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്യുകയാണ്. നമ്മുടെ വയറ്റി വെച്ച ആ ചിക്കൻ ഇതിലോട്ട് തട്ടിയിടുകയാണ്. ഈ ചരുവത്തിലിരിക്കുന്ന മസാല ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കി ഇതിലോട്ട് ഒഴിക്കുകയാണ്. നമുക്ക് ഗ്രേവി ഇച്ചിരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടുതൽ നമ്മൾ വെള്ളം ചേർക്കും. ഗ്രേവി കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അത് അതിനനുസരിച്ച് ചേർക്കുക. അതും കൂടെ ഞാൻ ചേർത്തിരിക്കുകയാണ്. ഇനി നല്ല രീതിയിലൊന്ന് ഇളക്കി. ഗ്രേവി കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാണ്. ഇനി നമുക്കിതൊരു 3 മിനിറ്റ് മൂടി വെക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആ മൂടി ഒന്ന് തുറന്നു നോക്കാം. നല്ല ചിക്കൻ കറി തിളച്ച് നല്ല രീതിയിൽ നമുക്ക് ചിക്കൻ കറി വെന്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് രുചിച്ച് നോക്കാം. ടേസ്റ്റ് നോക്കുകയാണ്. ഞാൻ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊന്ന് നോക്കുകയാണ്. സൂപ്പർ. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചിക്കൻ കറി നിങ്ങൾക്കും തരാം. ഇത്രയുള്ള എൻ്റെ ചിക്കൻ കറി. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും മീറ്റ് ചെയ്യാം. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതിന് കമൻറ്റ് ചെയ്യുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളെ പ്രോത്സാഹനമാണ് എൻ്റെ വിജയം. ഞാൻ ഇനിയും മുന്നോട്ട് തന്നെ പോകും.